ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ടിപ്പുകളുമായിട്ടാണ്. അപ്പോൾ ഫ്രിഡ്ജ് തുറന്നിട്ടാൽ പോലും കറണ്ട് ബില്ല് കൂടില്ല. അപ്പോൾ അതിനായിട്ടുള്ള ഒരു ടിപ്പാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ചിരട്ട കൊണ്ടുള്ള ഈ ടിപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് നോക്കാം. ഫ്രീസറിൽ നിന്ന് നമ്മൾ ചിക്കനോ അല്ലെങ്കിൽ മീനോ കറി വയ്ക്കാനായിട്ട് എടുക്കുമ്പോൾ ഇതേപോലെ ഐസ് നല്ല കട്ട പിടിച്ചിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഈ ഐസെല്ലാം മെൽറ്റായി കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് കല്ലുപ്പ് ഇതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഐസ് എല്ലാം തന്നെ മെൽറ്റായി കിട്ടുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് കറി വയ്ക്കാനായിട്ട് ഫ്രീസറിൽ ഇരിക്കുന്ന ചിക്കനോ അല്ലെങ്കിൽ മീനോ ഇതേപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാ പീസുകളിലെയും ഐസ് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഫ്രിഡ്ജിനുള്ളിലെ ആ ഒരു തണുപ്പ് കുറയും. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ നിലനിർത്താനായിട്ട് ഫ്രിഡ്ജിലെ കംപ്രസർ കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ആവുമ്പോഴും കറണ്ട് കൂടുതലാകും. അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനായിട്ട് നമുക്ക് ഇതേപോലെ കുറച്ച് ഐസ് ക്യൂബ്സ് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ അധികം കറണ്ട് ഫ്രിഡ്ജ് വലിക്കില്ല. അപ്പോൾ രാവിലെ നമ്മൾ ഇതേപോലെ വയ്ക്കുകയാണെങ്കിൽ രാത്രി വരെ ഈ ഐസ് ക്യൂബ്സിൻ്റെ തണുപ്പ് നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറണ്ട് ബില്ല് കൂടില്ല. അതേപോലെ ഇതിൽ ടെമ്പറേച്ചർ 3 അല്ലെങ്കിൽ 2 ഡിഗ്രി സെൽഷ്യസിൽ ഇടുകയാണെങ്കിലും കറണ്ട് ബില്ല് നമുക്ക് കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു 2 ടിപ്പിലൂടെ നമുക്ക് കറണ്ട് ബില്ല് കുറയ്ക്കാം. ഇനി അടുത്ത ടിപ്പ് നമ്മൾ ചെയ്യുന്നത് ചിരട്ട ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ തേങ്ങ ചിരകിയതിന് ശേഷം ഇതേപോലെ ചിരട്ട നല്ല ക്ലീൻ ആക്കി എടുക്കണം. എന്തെങ്കിലും ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇതെല്ലാം ക്ലീൻ ആക്കി എടുക്കണം. അതിനുശേഷം ഇത് ചെറിയ പീസുകളാക്കി പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് 2-3 പ്രാവശ്യം കഴുകിയെടുക്കണം. അപ്പോൾ ചിരട്ടയിൽ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അതെല്ലാം കളഞ്ഞിട്ട് നല്ല ക്ലീൻ ആക്കി എടുക്കുക. ഞാനിപ്പോൾ 2-3 പ്രാവശ്യം കഴുകി നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. 2 ഗ്ലാസ് വെള്ളമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. എന്നിട്ട് നല്ലതുപോലെ തിളപ്പിക്കണം. ഏകദേശം ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ട് തിളപ്പിക്കണം. അങ്ങനെ തിളപ്പിച്ചതിന് ശേഷം ചിരട്ടയുടെ പീസുകളെല്ലാം നമുക്ക് മാറ്റി കൊടുക്കാം. ഈ ചിരട്ടയിട്ട് തിളപ്പിച്ച വെള്ളം എല്ലാ ദിവസവും 1 ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ഷുഗർ കുറയ്ക്കാനും അതേപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ വളരെ നല്ലതാണ്. അങ്ങനെ 1 ആഴ്ച 1 ഗ്ലാസ് വെള്ളം വീതം എല്ലാ ദിവസവും കുടിച്ചതിന് ശേഷം നിങ്ങൾ ഷുഗറും കൊളസ്ട്രോളും ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ റിസൾട്ട്. അതേപോലെ തന്നെ വണ്ണം കുറയ്ക്കാനും വളരെ നല്ലൊരു ടിപ്പാണിത്. അപ്പോൾ ഹൈ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഉള്ളവർ ഈ ഒരു വെള്ളം കുടിച്ച് നോക്കുക. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അതായത് നമ്മുടെ വീട്ടിൽ ദോശമാവ് ബാക്കി വരികയാണെങ്കിൽ അത് നമ്മൾ അധികം ഉപയോഗിക്കാത്ത ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് ഡെറ്റോൾ ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം എന്തെങ്കിലും കപ്പുകളോ ബക്കറ്റുകളോ കഴുകാനുണ്ടെങ്കിൽ ആ ഒരു മിക്സ് ഉപയോഗിച്ച് നമുക്ക് കഴുകിയെടുക്കാവുന്നതാണ്. ഇങ്ങനെ കഴുകുമ്പോൾ അതിലെ കറകളും അഴുക്കുമെല്ലാം മാറി നല്ലൊരു തിളക്കം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.